ഒരു ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. और एक सुबह परमेश्वर ने हमें दिया है, इसलिए हम धन्यवाद करते हैं, स्तुति करते हैं। കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കും നന്ദി പറയുന്നു. आए हुए सारे परमेश्वर के दासों को मैं धन्यवाद करता हूँ। എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. सारे प्रिय भाई बहनों को परमेश्वर आशीष करे। അപ്പൊ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. तो इस समय परमेश्वर की संगीति में आए हम प्रार्थना से इकट्ठा हो। ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് സംസാരിക്കാൻ പോവാം. आज सुबह के दिन परमेश्वर हमसे बात करने वाले हैं। ഇതുവരെയും നമ്മൾ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. अभी तक हम परमेश्वर से बात कर रहे थे। ഇനി ദൈവം നമ്മോട് സംസാരിക്കാൻ പോവാ. तो आज अब परमेश्वर हमसे बात करने वाले हैं। അപ്പോ ഇതുവരെയും നമ്മുടെ ശബ്ദം ദൈവം കേട്ടുകൊണ്ടിരുന്നു. तो अब तक हमारी आवाज जो है परमेश्वर सुन रहे थे। ഇനി ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാം. तो अब परमेश्वर की आवाज आइए हम सुनते हैं। അപ്പൊ ദൈവ ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മൾ ഒരുക്കത്തോടെ ഇരിക്കുക. तो अगर परमेश्वर की आवाज हमें सुनना है तो हमें तैयारी के साथ बैठना है। പ്രാർത്ഥനാപൂർവം പ്രാർത്ഥനയോടെ ആയിരിക്കുക. प्रार्थना के साथ जो है बैठना है। നിശ്ചയമായും ദൈവം സംസാരിക്കും. तो परमेश्वर जरूर हमसे बात करेंगे। ആമേൻ. ഒരു പുതിയ വാക്യമല്ല നിങ്ങളുടെ മുമ്പ് വെക്കാൻ ആഗ്രഹിക്കുന്നത്. तो एक नया वचन आपके सामने नहीं रखना चाहूंगा। നമുക്കെല്ലാം പരിചയമുള്ള വചനം തന്നെ. तो हम सब जानते हैं इस वचन को। കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ ഇടയായി. तो पिछले दिनों में हमने एक वचन के बारे में बात किया था। ക്രിസ്തുവാകുന്ന ഇടയന്റെ ആടിന് ലഭിക്കുന്ന ചില അനുഗ്രഹങ്ങൾ. यीशु मसीह होके जो चरवाहा है उसके भेड़ों को मिलने वाले आशीषों के बारे में। അപ്പോ അതിലെ ഒന്ന് രണ്ട് വിഷയങ്ങൾ നമ്മൾ പഠിക്കാൻ ഇടയായി. तो उसमें से 2-3 बातें हमने सीखा था। ഒന്ന്, അവർക്ക് മേച്ചൽ നല്ല ഭക്ഷണം ലഭിക്കുന്നു. तो एक है कि उनको हरी चराई जो अच्छा भोजन मिलता है। രണ്ട്, തന്റെ ദാഹജലം തനിക്ക് ലഭിക്കുന്നു. तो जो अपना जल है वो देते हैं। ഇന്ന് നമുക്ക് ചിന്തിക്കാം, ആമേൻ, പ്രാണനെ തണുപ്പിക്കുന്നു. तो आज हम सोचने वाले हैं जो मन को शांति देता है। ഒരു മനുഷ്യന് ജീവിക്കുവാൻ ആവശ്യമായതാണ് ഭക്ഷണവും വെള്ളവും. तो एक मनुष्य को जिंदा रहने के लिए उसको जरूरत होता है ये भोजन और जल। അതുപോലെ ആത്മീകമാകുന്ന വിഷയത്തിലും ഈ ഭക്ഷണവും ജലവും ആവശ്യം. तो आत्मिक रीति से भी हमें ये भोजन और जल की आवश्यकता है। ആത്മീക വിശപ്പടക്കാനും ആത്മീക ദാഹം തീർക്കുവാനും ഇത് രണ്ടും ആവശ്യം. तो आत्मिक प्यास और भूख बुझाने के लिए हमें इसकी आवश्यकता है। മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-29 വാക്യങ്ങളെ നമുക്ക് വായിക്കാം. तो मत्ती का सुसमाचार 11 का 28 और 29 हम पढ़ेंगे। ഇന്നത്തെ ചിന്തയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന വചനം അതാ. तो आज के सोच के लिए परमेश्वर ने हमें ये वचन दिया है। നമ്മളവിടെ ഇങ്ങനെ വായിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. तो हम ऐसा पढ़ते हैं यहाँ पर, हे सब परिश्रम करने वालों और बोझ से दबे लोगों, मेरे पास आओ और मैं तुम्हें विश्राम दूंगा। അടുത്ത് പറയുന്നത്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. और आगे हम देखते हैं, मेरा जुआ अपने ऊपर उठा लो और मुझसे सीखो, क्योंकि मैं नम्र और मन में दीन हूँ और तुम अपने मन में विश्राम पाओगे। ഒന്നാമത് യേശു പറയുന്നത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെയുമാണ് വിളിക്കുന്നത്. तो पहला हम देखते हैं कि परमेश्वर जो परिश्रम करते हैं और जो बोझ उठाते हैं उन्हें पुकार रहे हैं। മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ എപ്പോഴും അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. मनुष्य के जीवन में हमेशा परिश्रम उठाना और बोझ उठाने का एक अवस्था है। ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ നോക്കിയാലും അതുള്ളതാണ്. हर एक मनुष्य के जीवन में देखा जाए तो ये हम देख सकते हैं। നമ്മൾ ചിന്തിക്കുന്നത് ലോകപ്രകാരമുള്ള മനുഷ്യർ മാത്രമാണെന്ന്. हम सोचते हैं कि दुनिया में जो लोग हैं उनके बारे में है करके। എന്നാൽ ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്ന ഇത്രയും പേരോട് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിലും അതുപോലെ ഉണ്ടാകാം. परंतु यहाँ पर जितने भी इकट्ठा हुए अगर हम उनसे पूछे तो उनके जीवन में भी यही है। ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള ഒരു ഭാരം അവർ വഹിക്കുന്നുണ്ട്. एक या दूसरे तरीके से जो है वो अपना बोझ जो है उठाते हैं।
ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ അവർ വളരെ അധ്വാനിക്കുന്നവർ. तो एक या दूसरे तरीके से वो बहुत परिश्रम उठाते हैं। പലപ്പോഴും നമ്മൾ അതിൽ ക്ഷീണിച്ചു പോകുന്നു. कई बार हम थक जाते हैं, എന്നാൽ ആ ക്ഷീണത മാറ്റുവാനാ കർത്താവ് വിളിക്കുന്നത്. परंतु वो जो थकावट हटाने के लिए परमेश्वर बुला रहे हैं, അവരെ ആശ്വസിപ്പിക്കാമെന്നാ കർത്താവ് പറഞ്ഞു. उन्हें आश्वास देंगे करके परमेश्वर कह रहे हैं। അത് ലോകത്തിലുള്ള മനുഷ്യരെ മാത്രമല്ല, सिर्फ दुनिया के लोगों के बारे में ही नहीं, ദൈവ മക്കളെയും കർത്താവ് വിളിക്കുന്നത് അങ്ങനെയാണ്. परमेश्वर के बच्चों को भी ऐसे पुकार रहे हैं परमेश्वर। കർത്താവിൽ നിന്നും അകന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭാരം വർദ്ധിക്കും. अगर परमेश्वर से दूर जाते हैं तो हमारा बोझ बढ़ता है। കർത്താവിൽ നിന്ന് അകലുമ്പോൾ നമ്മുടെ നമ്മുടെ അധ്വാനം കൂടും. जब परमेश्वर से दूर जाते हैं तो हमारा मेहनत जो है बढ़ता है। എന്നാൽ കർത്താവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ അധ്വാനം കുറയും, परंतु अगर परमेश्वर से निकट आते हैं तो वो कम होता है നമ്മുടെ ഭാരവും കുറയും. और हमारा बोझ भी कम होता है। മാത്രമല്ല ഇവിടെ പറയുന്നത് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന. और यहाँ पर कहा जा रहा है कि मैं तुम्हें आश्वास दूंगा। അത് നമുക്കൊരു വിശ്രമം ആവശ്യമായിരിക്കുക. तो हमें एक विश्राम की आवश्यकता है। അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ഞാൻ നിങ്ങൾക്കൊരു വിശ്രമം തരാമെന്ന്. इसीलिए परमेश्वर कहते हैं कि मैं तुम्हें विश्राम दूंगा। അപ്പോ യേശുവിൽ നിന്നും ലഭിക്കുന്ന ഒരു വിശ്രമം तो जो यीशु मसीह की तरफ से मिलता है विश्राम, ഈ ലോകത്ത് നിന്ന് ലഭിക്കുന്ന രീതിയിലല്ല. ये जो दुनिया से मिलता है उस तरीके से नहीं है। ഈ ലോകത്തിൽ നമ്മൾ അധ്വാനം കഴിഞ്ഞിട്ട് അല്പം വിശ്രമിക്കാറുണ്ട്. तो इस दुनिया में हम परिश्रम करने के बाद आराम करते हैं, എന്നാൽ നമ്മൾ വീണ്ടും അതേ വിഷയത്തിലേക്ക് വീണ്ടും അധ്വാനിക്കേണ്ടി വരുന്നു. और फिर से वही चीज के लिए हमें मेहनत करना पड़ता है। എന്നാൽ യേശു തരുന്നത് അതിൽ നിന്ന് എന്നേക്കുമായ ഒരു വിശ്രമമാണ് നൽകുന്നത്. परंतु यीशु मसीह हमेशा के लिए एक विश्राम हमें देता है। നമ്മുടെ അധ്വാന ഭാരത്തെ കുറയ്ക്കുന്നു. तो हमारा जो मेहनत है वो बोझ कम करता है, നമ്മുടെ ആത്മാവിന് ഒരു ശാന്തത നൽകുന്നു. हमारी आत्मा को एक शांति देते हैं, നമ്മെ ഒരു യഥാസ്ഥാനത്തിലേക്ക് കൃത്യമായ ഒരു സ്ഥലത്തേക്ക് ദൈവം കൊണ്ടെത്തിക്കുന്നു. तो हम एक सही एक जगह पर जो है वो लेकर आते हैं। എവിടെ നമ്മൾ എത്തിച്ചേരണമോ അവിടെ കൊണ്ടെത്തിക്കാമെന്ന കർത്താവിന്റെ വാഗ്ദത്തം. तो जहाँ हमें पहुंचना है वहां पर हमें यीशु मसीह पहुंचाएंगे करके कहते हैं। അത് ഒരു ഇടയൻ കൃത്യമായി നിർവഹിക്കുന്നുണ്ടെന്നാണ് ഇവിടെ ദൈവവചനം പറയുന്നത്. तो परमेश्वर का वचन कहता है कि वो एक चरवाहा सही रीति से करता है। അതുകൊണ്ടാണ് 23-ാം സങ്കീർത്തനത്തിലും ദാവീദ് ഇങ്ങനെ പറയുന്നു. तो इसलिए हम 23वां अध्याय भजन संहिता में देखते हैं, दाऊद कहता है, അതിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. तो हम देखते हैं कि दाऊद कहता है कि मेरे मन को जो है वो एक शांति देता है करके और सही रास्ते पर चलाता है। അതെ, സങ്കീർത്തനം 23-3 പറയുന്നത് ഒന്ന് അവിടെ ഒരു തണുപ്പ് ദൈവം നൽകി തരും. तो उसके तीसरा आयत में हम देखते हैं कि एक ठंडा जो एक परमेश्वर देता है। അപ്പോ ദൈവ പൈതലിന് ആവശ്യമായിരിക്കുന്നത് ഒരു തണുപ്പാണ് ആവശ്യമായിരിക്കുന്നത്. तो मतलब परमेश्वर के संतान को एक ठंडा जो है उसकी आवश्यकता है। അത് ആത്മാവിന്റെ തണുപ്പാണ് പറയുന്നത്. वो एक आत्मिक रीति से कहा जा रहा है, അപ്പൊ ശാരീരികമായ തണുപ്പല്ല. तो वो शारीरिक रीति से ठंडा होना नहीं है। ഒന്ന് ചിന്തിച്ച് നമ്മുടെ ശാരീരികമായി നമ്മുടെ ശരീരം ഒന്ന് തണുത്തു പോയാൽ നാം പെട്ടെന്ന് പറയും, तो सोचिए जब हमारा शरीर ठंडा हो जाता है तो हम कहते हैं നമ്മൾ എന്തെങ്കിലും രോഗത്തിന് അടിമപ്പെട്ടതെന്ന് നമ്മൾ ചിന്തിക്കും. हम कोई रोग में चले गए करके हम सोचते हैं। പക്ഷേ നമ്മുടെ ആത്മാവിന്റെ ആ ചൂട് തണുപ്പിക്കണമെങ്കിൽ അത് ദൈവത്തിന് കഴിയുന്നു. परंतु अगर हम आत्मा जो है गर्म है उसे ठंडा करना है तो उसे परमेश्वर ही कर सकते हैं। നമ്മുടെ ചൂട് പിടിച്ച ഓരോ വിഷയങ്ങളുടെ മേലും तो जो चीजों पर गर्माहट आ गई है, ആ വിഷയത്തിന്റെ മേലെ തണുപ്പ് നൽകുവാൻ നമ്മുടെ ദൈവം നമ്മെ വിളിക്കുക. तो उस चीजों पर जो ठंडा है वो परमेश्वर देने के लिए बुला रहे हैं। അനേക വിഷയങ്ങളിൽ നമ്മൾ പലപ്പോഴും ചൂട് പിടിച്ച അവസ്ഥയിൽ, कई सारी चीजों में हम गर्माहट में है अभी भी। നമ്മുടെ തലമുറകളുടെ വിഷയത്തിൽ നമ്മൾ എപ്പോഴും ചൂട് പിടിക്കാറുണ്ട്. हमारे वंश जो है उसके बारे में कभी कभार हमें गर्माहट होती है। നമ്മുടെ ചില പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ നമ്മൾ എപ്പോഴും ചൂട് പിടിക്കാറുണ്ട്. तो हमारे कुछ प्रत्येक प्रार्थना विषय है जिसमें हम गर्माहट में होते हैं। ഇത്രയും പ്രാർത്ഥിച്ചിട്ടും അതിന് മറുപടി ലഭിച്ചില്ലല്ലോ, इतना प्रार्थना करने के बावजूद भी उत्तर नहीं मिल रहा है,
നമ്മൾ ഇത്രത്തോളം അധ്വാനിച്ചിട്ടും അതിനൊരു പ്രതിഫലം ലഭിച്ചില്ലല്ലോ. इतना मेहनत करने के बाद भी कुछ प्रतिफल नहीं मिल रहा है। ഇത്രത്തോളം നമ്മൾ അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തിട്ടും ഒരു മറുപടിയും ലഭിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന വിഷയം. इतना प्रार्थना और मेहनत करने के बावजूद भी उत्तर नहीं मिल रहा है करके सोचने वाली चीजें, ആ വിഷയത്തിന് ഒരു തണുപ്പ് കൽപ്പിക്കുവാനാണ് കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് വരുന്നത്. तो उसमें एक ठंडा देने के लिए परमेश्वर हमें पुकार रहे हैं। അതിലേക്ക് വേണ്ടിയാണ് കർത്താവ് നമ്മോട് പറയുന്നത്, ഞാൻ നിന്റെ പ്രാണനെ തണുപ്പിക്കാം. इसीलिए यीशु मसीह कहते हैं कि मैं तुम्हारी आत्मा को ठंडा या शांति दूंगा करके। ഇവിടെ ദാവീദ് പറയുന്നു, എന്റെ ആത്മാവിനെ തണുപ്പിക്കുന്നത് ദൈവമാണ്. तो यहाँ पर दाऊद कहता है कि मेरे आत्मा को जो शांति देने वाला परमेश्वर है, കാരണം യഹോവ എന്റെ ഇടയനാകുന്നു. क्योंकि परमेश्वर मेरा चरवाहा है। ഞാൻ ആ ഇടയന്റെ ആടായി മാറിക്കഴിഞ്ഞു. तो वो चरवाहा का भेड़ बनकर मैं बदल चुका हूँ। ആ ആട് ഞാൻ ആയി തീർന്നത് കൊണ്ട് എന്റെ ആത്മാവിനെ അവൻ തണുപ്പിക്കുന്നു. तो क्योंकि मैं वो भेड़ बना हूँ तो मेरा आत्मा ठंडा है। അതാ പറഞ്ഞത്, ക്രിസ്തു ആകുന്ന ഇടയന്റെ ആടുകളായി മാറുക. इसलिए कहा जा रहा है कि मसीह जो चरवाहा है उसके भेड़ बनना है हमें। നമുക്കറിയാം, ആമേൻ, സങ്കീർത്തന ഭാഗങ്ങളിൽ അത് സ്പഷ്ടമായി കാണുന്നു. तो हम देखते हैं स्पष्ट रीति से भजन संगीता में, അതെ, നല്ല ഇടയനും വലിയ ഇടയനും ശ്രേഷ്ഠ ഇടയൻ. तो हम देखते हैं कि सर्वशक्तिमान जो चरवाहा है और अच्छा चरवाहा के बारे में। അപ്പോ ആമേൻ, യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നമ്മൾ അതാ കാണുന്നു. यूहन्ना के 10वें अध्याय में हम देखते हैं യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. यीशु मसीह कहते हैं कि मैं एक अच्छा चरवाहा हूँ। അപ്പോൾ നല്ലതല്ലാത്ത ഇടയന്മാരും ഉണ്ട്. तो इसका मतलब जो अच्छे नहीं है वो भी चरवाहा है। നല്ല ഇടയന്മാര് ചെയ്യുന്നതും നല്ലതല്ലാത്ത ഇടയന്മാര് ചെയ്യുന്നതും യോഹന്നാൻ വ്യക്തമായിട്ട് പറയുന്നു. तो यूहन्ना स्पष्ट रीति से बताता है जो अच्छा चरवाहा करने वाला और जो अच्छा नहीं है चरवाहा करने वाला चीजें। അവിടെയാണ് യേശു ക്രിസ്തു പറഞ്ഞത്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. इसलिए यीशु मसीह कहते हैं कि अच्छा चरवाहा जो है अपने भेड़ों के लिए अपना प्राण देता है। എന്നാൽ മറ്റ് ഇടയന്മാർ ആടുകൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഓടിപ്പോകും. परंतु दूसरे जो चरवाहा होते हैं जब भेड़ों को परेशानी होती है तो वो भाग जाता है। ആടുകൾക്ക് വേണ്ടി കരുതുന്ന ഒരു ഇടയനും भेड़ों के बारे में सोचने वाला चरवाहा ആടുകളെ പരിപാലിക്കാത്ത ഇടയൻ. और भेड़ों को नहीं संभालने वाला चरवाहा। കാരണം ആടുകളെ പരിപാലിക്കുന്ന ഇടയൻ എന്ന് പറയുമ്പോൾ जो चरवाहा भेड़ों को संभालता है उसके बारे में ആടുകൾക്ക് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറാകും. भेड़ों के लिए कुछ भी सहने के लिए तैयार होना चाहिए। ആടുകളുടെ ഓരോ വിഷയവും വ്യക്തമായിട്ട് മനസ്സിലാക്കും. भेड़ों के हर एक परेशानी को साफ रीति से समझना चाहिए। കാരണം പലപ്പോഴും നമുക്കറിയാം, ലോകപരമായ ആടുകൾ അതിൻ്റെതായ കാര്യങ്ങൾ അതിന് പറയാൻ പറ്റത്തില്ലല്ലോ. क्योंकि हम देख सकते हैं संसार के रूप से जो चरवाहा है उनके बारे में नहीं पता है। ആമേൻ. ആടുകളൊന്നും സംസാരിക്കത്തില്ല. जो भेड़ है वो बात नहीं करते हैं, പക്ഷെ ആടിൻ്റെതായ ആവശ്യങ്ങൾ ഒരു നല്ല ഇടയന് പെട്ടെന്ന് മനസ്സിലാവും. परंतु भेड़ के जो जरूरत है वो चरवाहा जल्दी पता चल जाता है। ഒരു നല്ല ഇടയന് ആടിനെ കുറിച്ച് എപ്പോഴും ഒരു കരുതൽ ഉണ്ടായിരിക്കും. तो एक अच्छा चरवाहा भेड़ के बारे में हमेशा जो है ध्यान देता है। മാത്രമല്ല, ആടിന്റെ ഓരോ ആവശ്യങ്ങളും അറിയാം. हर एक भेड़ का जो जरूरत है वो भी पता होता है। ആ ആടിന് എപ്പോഴാണ് വെള്ളം കൊടുക്കേണ്ടത്, वो भेड़ को कब पानी देना है, ഏത് സമയത്താണ് അതിന് ആഹാരം കൊടുക്കേണ്ടത്, किस समय भोजन देना है, ഏത് ആഹാരമാണ് കൊടുക്കേണ്ടത്, कौन से प्रकार का भोजन देना है, അതെല്ലാം ഒരു ഇടയന് അറിയാം. वो सब कुछ चरवाहा जानता है। അപ്പോ യേശു പറഞ്ഞു, ആ നല്ല ഇടയൻ ഞാനാകുന്നു. तो यीशु मसीह कहते हैं कि वो अच्छा चरवाहा मैं हूँ। അപ്പോ ആ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കാനാണ് ഞാൻ വന്നത്. तो उन भेड़ों के लिए प्राण देने के लिए मैं आया हूँ। അപ്പൊ നോക്കിയേ, യേശു പറയുക മാത്രമല്ല, അത് ചെയ്ത് കാണിക്കുകയും ചെയ്തു. तो हम देखते हैं कि यीशु मसीह सिर्फ बोलते नहीं है परंतु करके दिखाते हैं। യേശു പറഞ്ഞത് ഇടയന്മാരും അത് ചെയ്യണം. यीशु मसीह कहते हैं कि चरवाहों को भी ये करना है। അപ്പോ ഒരു ഇടയന്റെ കർത്തവ്യം യേശു ഇവിടെ തന്റെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തുക. तो एक चरवाहा का जो कर्तव्य है यीशु मसीह अपने जीवन के जरिए बता रहे हैं। യേശു മറ്റുള്ളവരെ തണുപ്പിക്കുന്നു. तो यीशु मसीह दूसरों को ठंडा देता है। ചൂട് പിടിച്ച ജീവിത സാഹചര്യങ്ങളിൽ നിന്നും जो जीवन की परिस्थिति है जो गर्माहट में है, ആ ആശ്വാസത്തിന്റെ വചനങ്ങളെ നൽകി ആശ്വസിപ്പിക്കുന്ന കർത്താവ്.
वो आश्वास का जो वचन है वो देकर आश्वासन देता है। പലപ്പോഴും ലോകപരമായി ആശ്വാസം ലഭിക്കാറില്ല എങ്കിലും संसारिक रूप से हमें चाहे आश्वास नहीं मिलता हो, എന്നാൽ കർത്താവ് പറയുന്നു, എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. परंतु यीशु मसीह कहते हैं कि मेरे पास आओ, मैं तुम्हें आश्वास दूंगा, ഞാൻ നിങ്ങളെ തണുപ്പിക്കാമെന്ന്. मैं तुम्हें ठंडावत दूंगा। കാരണം ദൈവവചനത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. क्योंकि परमेश्वर के वचन में हम यही पढ़ते हैं। ആ മത്തായിയുടെ സുവിശേഷം 11:28 യേശു പറഞ്ഞത്, എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. तो मत्ती किताब 11:28 में हम देखते हैं कि मेरे पास आओ, मैं तुम्हें आश्वास दूंगा। യേശു ആമേൻ തന്റെ അടുക്കലേക്ക് വിളിച്ചു. तो यीशु मसीह अपने करीब जो है पुकार रहे हैं। നമ്മൾ മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ अगर हम मार्कुस का किताब पढ़ते हैं 3-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 3:13 अगर हम देखेंगे, അവിടെ പറയുന്നത്, അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു, അവർ അവന്റെ അരികെ വന്നു. तो कह रहे हैं कि फिर वह पहाड़ पर चढ़ गया और जिन्हें वह चाहता था उन्हें अपने पास बुलाया और वे उसके पास चले आए। നോക്കിയേ, ഇവിടെ പറയുന്നത് യേശു തനിക്ക് ബോധിച്ചവരെ തന്റെ അടുക്കലേക്ക് വിളിച്ചു. तो यहाँ कहा जा रहा है कि यीशु मसीह जिन्हें चाहते थे उन्हें अपने करीब बुलाए हैं। മത്തായിയുടെ സുവിശേഷത്തിൽ വായിച്ചത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന എല്ലാവരും എന്റെ അടുക്കൽ വരുവിനാണ്. और मत्ती किताब में हम देखते हैं कि जो परिश्रम करता है, बोझ उठाते, मेरे करीब आओ। പക്ഷെ ഇവിടെ പറയുന്നത് തനിക്ക് ബോധിച്ച ചിലരെ മാത്രമാണ് കർത്താവ് വിളിക്കുന്നത്. परंतु यहाँ पर जिसे चाहते हैं उन्हें परमेश्वर बुला रहे हैं। ആമേൻ. കർത്താവിന്റെ വിളി അങ്ങനെയാണ്. तो मसीह का बुलाहट ऐसा है। അപ്പൊ ഇവിടെ വിളിച്ചിരിക്കുന്ന വിളിക്കൊരു പ്രത്യേകതയുണ്ട്. तो यहाँ पर जो बुलाया गया है इसमें एक खास बात है। അവരെ ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടിയാണ് വിളിച്ചത്. तो उनको एक खास जो है एक काम के लिए बुलाया गया है। പ്രത്യേകമായ ഒരു കാര്യം ഏൽപ്പിക്കാനാണ് വിളിച്ചത്. तो एक खास एक कार्य उनको देने के लिए बुलाया गया है। അപ്പൊ അവരെ വിളിച്ചപ്പോൾ അവർ അവന്റെ അടുക്കൽ വന്നു. तो उन्हें जब पुकारते हैं वो उनके करीब आते हैं। ഇന്ന് പകൽക്കാലവും കർത്താവ് നമ്മെ വിളിക്കുന്നത് കർത്താവിന്റെ അടുക്കലേക്ക് പോവാൻ. तो आज जो परमेश्वर पुकार रहे ताकि उनके करीब हम जाए। നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ കർത്താവ് ചിലത് നമ്മോട് സംസാരിക്കും. तो जब मसीह के करीब हम जाते हैं तो वे कुछ बातें हमसे बात करते हैं। പലപ്പോഴും കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ കഴിയാതെ നമ്മൾ ദൂരെ മാറി നിൽക്കാറുണ്ട്. कभी कभार मसीह का आवाज नहीं सुनने की वजह से हम दूर खड़े हो जाते हैं। എന്നാൽ ദൂരെ നിന്ന് കഴിഞ്ഞാൽ കർത്താവിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയത്തില്ല. परंतु अगर हम दूर रहते हैं तो मसीह का आवाज हम नहीं सुन पाते हैं। എന്നാൽ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ ആ ക്രിസ്തു നമ്മോട് സംസാരിക്കും. परंतु मसीह के करीब आने पर मसीह हमसे बात करते हैं। അവൻ ക്രൂശിന്റെ അടുക്കൽ നിന്നവരോട് യേശു സംസാരിച്ചത് നമുക്കറിയാം. तो क्रूस के करीब खड़े हुए लोगों से यीशु मसीह ने क्या बात किया था हम जानते हैं। മറിയ ക്രൂശിന്റെ അടുക്കിലേക്ക് വന്നു, യേശു മറിയോട് സംസാരിച്ചു. मरिया क्रूस के पास आई थी, यीशु ने उनसे बात किया था। യോഹന്നാൻ ക്രൂശിന്റെ അടുക്കിലേക്ക് വന്നു, യോഹന്നാനോട് യേശു സംസാരിച്ചു. यूहन्ना क्रूस के करीब आए थे, यूहन्ना से उन्होंने बात किया था। അവിടെ അനേകർ നിന്നിട്ടും ഈ രണ്ടുപേർക്കും മാത്രം ചില നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഇടയായിത്തീർന്നു. कई सारे लोग होने के बावजूद भी इन दोनों से ही जो एक निर्देश दिया गया है। യേശുവിനെ ശ്രദ്ധിക്കുന്നവരോട് യേശു സംസാരിക്കും. तो यीशु को जो देखते हैं उसे यीशु मसीह बात करते हैं। ആ യേശുവിനെ അനുസരിക്കുന്നവരോട് യേശു സംസാരിക്കും. यीशु की जो आज्ञा मानते हैं उनसे वे बात करते हैं। യേശുവിന്റെ അടുക്കൽ വരുന്നവരോട് യേശു സംസാരിക്കും. यीशु के करीब आने वालों से वे बात करते हैं। മാത്രമല്ല അവർക്ക് ചില പ്രത്യേക ഉപദേശങ്ങളും ചില ആജ്ഞകളും കൊടുക്കും. और उन्हें खास जो आज्ञाएं वे देते हैं। മാത്രമല്ല ചില അധികാരങ്ങൾ ദൈവം അവരെ ഏൽപ്പിക്കും. और कुछ अधिकार है जो वे देते हैं। അപ്പോൾ ആ അധികാരങ്ങൾ ലഭിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നമ്മൾ കടന്നു വരേണ്ടിയിരിക്കുന്നു. और अगर वो अधिकार हमें चाहिए तो हमें मसीह के करीब आना है। കാരണം മർക്കോസ് 3:14 പറയുന്നത്, क्योंकि मार्कुस का किताब 3:14 में कहा गया है, തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും. तो वो हमारे साथ रहने के लिए और जो बात दिया है उसे करने के लिए। ആ 15-ാം വാക്യം പറയുന്നത്, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു. और 15वां आयत में हम देखते हैं दुष्ट आत्माओं को निकालने का अधिकार रखे। അപ്പൊ നോക്കിയേ, ഒന്ന് യേശുവിനോട് കൂടെ ഇരിക്കണം, और पहला है यीशु मसीह के साथ रहना है, പിന്നെ പ്രസംഗിക്കണം, और फिर है भाषण देना है, ഭൂതങ്ങളെ പുറത്താക്കണം,
और दुष्ट आत्माओं को दूर करना है, അതിലേക്കുള്ള അധികാരമാണ് കർത്താവ് കൊടുത്തത്. उसके लिए जो अधिकार यीशु मसीह ने दिया है ആമേൻ. അത് 12 പേർക്ക് മാത്രമാണ് കർത്താവ് കൊടുത്തത്. वो सिर्फ 12 जन को यीशु मसीह ने दिया है। എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് ആ ജനം, അവർ 12 പേര് യേശുവിന്റെ അടുക്കൽ വന്നു, യേശു അവരെ തെരഞ്ഞെടുത്തു. और हम देखते हैं कि वे 12 जन यीशु मसीह के करीब आए, यीशु मसीह ने उन्हें चुना है। അവർ തെരഞ്ഞെടുക്കുക മാത്രമല്ല, എപ്പോഴും അവർ യേശുവിനോട് കൂടെ നടക്കണമെന്ന് യേശുവിന് ആഗ്രഹമുണ്ട്. और सिर्फ चुनना ही नहीं, परंतु हमेशा यीशु के साथ चलने के लिए वे चाहते हैं। യേശുവിൽ നിന്നും പഠിക്കുവാനും यीशु से सीखने के लिए, യേശുവിൽ നിന്നും പ്രാപിക്കുവാനും यीशु से प्राप्त करने के लिए, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടിയാ കർത്താവ് തെരഞ്ഞെടുത്തത്. और उन्हें दूसरे को देने के लिए भी यीशु मसीह ने बताया है। അപ്പോ അങ്ങനെ തെരഞ്ഞെടുക്കുന്നവർക്ക് तो ऐसे जो चुने हुए होते हैं, ആമേൻ ചില അധികാരങ്ങൾ ഇതാ കൊടുക്കുക. कुछ अधिकार भी वे देते हैं। അതാണ് ആമേൻ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർക്ക് ദൈവം നിയോഗിച്ചത്. वो है जो यीशु मसीह ने अपने प्रेरितों को दिया था। ആമേൻ. ആ ഇടയൻ അപ്പോസ്തലന്മാരെ നിയോഗിക്കുമ്പോൾ वो प्रेरितों को जब वो नियुक्त करते हैं, ആമേൻ ദൈവം അവർക്ക് കൊടുത്ത അധികാരത്തെ കുറിച്ച് പറയുന്നു. यीशु ने जो अधिकार उनको दिया हम देखते हैं। ആ അധികാരം കൊടുത്തവരെ നിയോഗിക്കുമ്പോൾ वो अधिकार देने के समय അവർ ഈ ലോകപരമായി വളരെ അധ്വാനിക്കുന്നവരായിരുന്നു. तो सांसारिक रूप से बहुत मेहनत करने वाले थे वे, ലോകപരമായി വളരെ ഭാരം ചുമക്കുന്നവരായിരുന്നു. सांसारिक विधि से बहुत बोझ उठाने वाले थे वे। ഈ ഓരോ അപ്പോസ്തലന്മാരെ നോക്കിയാലും ये हर एक प्रेरित को अगर हम देखेंगे, അവർ വളരെ അധ്വാനിക്കുന്നവരായി തീർന്നു. वे बहुत मेहनती थे। അപ്പോ അധ്വാനിക്കുന്നവരെ കർത്താവ് അടുക്കെ വിളിച്ചു तो जो मेहनत करते हैं उसे यीशु करीब पुकारते हैं അവരോട് പറഞ്ഞതാണ്, നിങ്ങൾ എന്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പിൻ. और उनसे वे कहते हैं कि तुम मेरा जो है देखकर मेरे सीखिए करके। അപ്പോ എന്നിൽ നിന്നും പഠിക്കുക. तो मेरे से सीखिए। ഈ ലോകത്തിൽ നിന്നും അനേക കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. ये सांसारिक रूप में हम कई सारी चीजें सीख सकते हैं, പക്ഷേ ക്രിസ്തുവിൽ നിന്ന് പഠിക്കുന്നത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരിക്കും. तो सबसे जो है अलग यीशु मसीह से सीखा जाता है। ഈ ലോകപരമായി ലഭിക്കുന്ന അറിവോ ജ്ഞാനമോ അല്ല, तो ये सांसारिक रूप से जो मिलने वाला ज्ञान नहीं, യേശു നൽകുന്നത് അതിലും അപ്പുറമായിട്ടുള്ളതാണ്. यीशु उनसे बढ़कर देते हैं। ഈ ലോകത്തിൽ നമുക്ക് ജ്ഞാനം ലഭിക്കാം, ये संसार में हमें ज्ञान मिल सकता है, പക്ഷെ ആ ജ്ഞാനം ഇവിടം കൊണ്ട് അവസാനിക്കുമ്പോൾ परंतु वो जो ज्ञान है यहीं पर समाप्त होता है। ക്രിസ്തു നമുക്ക് നൽകുന്നത് അവൻ അത് എന്നേക്കുമാണ്. जो मसीह देते वो अनंत काल के लिए है। അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വരുവിൻ, इसीलिए यीशु मसीह कहते मेरे करीब आओ, ഞാൻ നിങ്ങളുടെ പ്രാണനെ തണുപ്പിക്കാം, मैं तुम्हारे प्राण को जो है ठंडावत दूंगा, ഞാൻ നിങ്ങളെ യഥാസ്ഥാനത്താക്കാം. मैं तुम्हें सही जगह पर पहुंचाऊंगा। കാരണം സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെയുണ്ട്, क्योंकि भजन संगीता में एक प्रार्थना हम देखते हैं, കർത്താവെ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. मसीह हमें सही जगह पर जो है पहुंचाइए, അത് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. हमें सही जगह पर जो है पहुंचाइए। പലപ്പോഴും നമ്മൾ സ്ഥാനം തെറ്റിയുള്ള അവസ്ഥയിലായിരിക്കുന്നത്. कई बार हम जो गलत जगह पर हो जाते हैं, നമ്മൾ എവിടെ ആയിരിക്കണമോ അവിടെ ആയിരിക്കാത്തത് കൊണ്ട് ചില അനുഗ്രഹങ്ങൾ ലഭിക്കാതെ പോകും. तो जहाँ पर हमें होना चाहिए वहां पर नहीं होने के कारण कुछ आशीष हम छूट जाते हैं। അതുകൊണ്ട് ഭക്തൻ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. तो इसलिए ऐसा प्रार्थना किया जा रहा है कि हमें सही जगह पर जो है पहुंचाइए। ഇവിടെ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്താം. यहाँ मसीह कहते हैं कि मैं सही जगह पर जो है तुम्हें पहुंचाऊंगा। എന്റെ അടുക്കൽ നിങ്ങൾ വന്നാൽ ഞാൻ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്താം. तो मेरे करीब आओगे तो मैं सही जगह पर पहुंचाऊंगा। നിങ്ങൾ എന്നോട് പഠിച്ചാൽ ഞാൻ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്താം. अगर तुम मुझसे सीखोगे तो मैं सही जगह पर पहुंचाऊंगा। അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. अगर ऐसा होता है तुम्हारे आत्माओं को शांति मिलती है। അപ്പോൾ ഈ ലോകത്തിലെ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ആശ്വാസത്തിനെക്കാളും तो ये सांसारिक रूप में अगर हमें जो शरीर में मिलता है आश्वास से भी बढ़कर നമ്മുടെ ആത്മാവിനാണ് ഒരു ആശ്വാസം, ഒരു തണുപ്പ് ആവശ്യമായിരിക്കുന്നത്. हमारी आत्मा को जो है वो ठंडा या आश्वास की आवश्यकता है। നമ്മുടെ ആത്മാവിന് ഒരു ആശ്വാസം ലഭിക്കുമ്പോൾ हमारी आत्मा को जब आश्वास मिलता है അത് നമ്മുടെ ശരീരത്തിനും നമുക്ക് അനുഭവിക്കാൻ കഴിയും. तो हमारे शरीर में भी हमें महसूस होता है। കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ഏറ്റവും അത്യാവശ്യമുള്ളത് അതാണ്.
क्योंकि एक मनुष्य के जीवन में सबसे ज्यादा आवश्यकता वो है। ആന്തരികമായ അകത്തുള്ള ഒരു സൗഖ്യം ലഭിച്ചാൽ तो आंतरिक रीति से जो हमें अगर चंगाई मिलती है പുറമെയും അത് ആ സൗഖ്യം അനുഭവിക്കാൻ കഴിയും. तो बाहर भी वो चंगाई जो है महसूस किया जाता है। അകത്ത് ഒരു സമാധാനം സന്തോഷം ലഭിച്ചാൽ अगर अंदर खुशी या समाधान मिलता है അത് നമ്മുടെ മുഖത്തും ശരീരത്തിലും അത് വെളിപ്പെടും. वो हमारे चेहरे और शरीर में भी महसूस होता है। അത് വെളിപ്പെടണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ ആത്മാവിന് ഒരു ആശ്വാസം ലഭിക്കണം. अगर वो महसूस होना है तो हमारी आत्मा को शांति की आवश्यकता है। ഈ ചൂടേറിയ ഈ നമ്മുടെ സാഹചര്യങ്ങളിൽ ये गर्माहट भरी हुई जो हमारी परिस्थिति है കർത്താവ് നമ്മെ തണുപ്പിക്കാമെന്ന് പറയും. परमेश्वर हमें ठंडा देने करके कह रहे हैं। ആ കർത്താവിന്റെ ആ തണുപ്പ് നമ്മുടെ ആത്മാവിൽ അനുഭവിക്കുമ്പോൾ और वो जो ठंडा जो मसीह देते हमें महसूस होता है ലോകത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നാലും तो चाहे दुनिया में कितना भी परेशानी हो ഏതെല്ലാം പ്രതികൂലങ്ങൾ നമുക്കെതിരായി വന്നാലും चाहे कितना ही मुश्किलाहट हमारे सामने आए നമ്മുടെ ആത്മാവിന്റെ തണുപ്പ് ആത്മാവിന്റെ ആശ്വാസം നമ്മെ ബലപ്പെടുത്തും. हमारे आत्मा का जो आश्वास है हमें बलवान करता है। അത് നമ്മെ മുന്നോട്ട് നയിക്കുവാൻ സഹായിക്കും. वो आगे चलने में मदद करता है। അതിനാണ് യേശു നമ്മെ വിളിക്കുന്നത്. इसीलिए यीशु हमें पुकार रहे हैं। ആമേൻ. യേശു പറയുന്ന ഒന്നാമത് നിങ്ങൾക്ക് ആവശ്യമാകുന്ന ഭക്ഷണം അത് ഞാൻ നൽകി തരാം. यीशु कहते जो तुम्हें जरूरत है जो भोजन मैं आपको दूंगा। അതുകൊണ്ട് ദാവീദ് പറഞ്ഞത് ഞങ്ങളെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കൂടെ നടത്തുന്നു. इसे दाऊद कहता है कि जो हरी चराइयों में चलाता है करके। മാത്രമല്ല ആമേൻ നല്ല സ്വസ്ഥമായ വെള്ളത്തിന്റെ അരികിലേക്ക് കൊണ്ടുപോകുന്നു. और सिर्फ वही नहीं एक शांति जो एक जल के करीब वो लेकर जाता है। ലോകത്തിന്റെ പ്രശ്നം നിറഞ്ഞ അവസ്ഥകളിൽ കൊണ്ടുപോകാമെന്നല്ല, परेशानी भरा हुआ संसार में लेकर जाएंगे नहीं, ആമേൻ ഏറ്റവും ശാന്തമായ ഒരു ആശ്വാസം നൽകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാമെന്ന്. एक बहुत ही शांति भरा हुआ एक स्थिति में लेकर जाएंगे करके कहते हैं। ആമേൻ. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. वहां जाने के समय हमारी आत्मा को जो आश्वास मिलता है। കാരണം ഇവിടെ മത്തായിയുടെ സുവിശേഷം 11:29 നമ്മൾ വായിക്കുന്നത് मत्ती की किताब 11:29 में हम पढ़ते हैं ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. तो मैं जो दीन हूँ नम्र हूँ तो मुझे देखकर चलिए करके। എന്ന് പറഞ്ഞാൽ ആമേൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ് നമ്മുടെ കർത്താവ്. तो इसका मतलब है कि हमारा मसीह जो नम्र और दीन है। ഈ ലോകത്തിൽ അതുപോലുള്ള ആമേൻ ആൾക്കാരെ കാണുവാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. तो इस संसार में इस प्रकार लोगों को मिलना जो है बहुत मुश्किल है। പക്ഷെ കർത്താവ് പറയുന്നു ആമേൻ നല്ല ഇടയന്റെ സ്വഭാവം ഇവിടെ വെളിപ്പെടുത്തും. परंतु मसीह कह रहे हैं कि एक अच्छा चरवाहा का जो व्यवहार है यहाँ पर दिखता है। നല്ല ഇടയൻ നല്ല സൗമ്യതയുള്ളവനായിരിക്കും. तो अच्छा चरवाहा बहुत नम्र होता है। എന്ന് പറഞ്ഞാൽ ഈ ആടുകളുടെ ഇടയിൽ കൂടെ നടക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യം. कि भेड़ों के बीच में चलना बहुत ही मुश्किलाहट भरा हुआ होता है। ഒരു ഇടയൻ എപ്പോഴും ആടുകളുടെ ഇടയിൽ കൂടെ നടക്കേണ്ടി വരും. चरवाहा को हमेशा भेड़ों के बीच में से चलना होता है। ആമേൻ. ഈ ആടുകളുടെ കൊമ്പുകളുടെ കൊമ്പുകളുടെ കുത്ത് ഏൽക്കാതെ നടക്കണം. तो जो भेड़ का जो सींग है उसे चोट नहीं लगने के तरीके से चलना होता है। ആ ആടുകൾ ഇതിന്റെ ഇടയിൽ കൂടെ ഈ ആടുകളുടെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ പലപ്പോഴും ഈ കൊമ്പുകളുടെ കുത്തുകൊള്ളും. तो भेड़ों के बीच में चलने के समय सींग से जो है चोट लग सकती है। അത് കൊള്ളാതെ ആമേൻ കൊണ്ടാലും സൗമ്യതയോടെ മുന്നോട്ട് പോകേണ്ടി വരും. वो लगने के बावजूद भी बहुत नम्र रीति से जो है चलना होता है। ആ എല്ലാ ആടുകളുടെയും കൊമ്പുകൾ ഒരുപോലെയല്ല ഇരിക്കുന്നത്. और सारे भेड़ों के सींग एक समान नहीं होते हैं। ആ ചില ആടുകളുടെ കൊമ്പെന്ന് പറഞ്ഞാൽ അത് മേളിലോട്ടായിരിക്കുന്നത്. कुछ कुछ भेड़ों के जो सींग है वो ऊपर होते हैं। ആ ചില കൊമ്പുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് വശത്തോട്ടുമായിരിക്കുന്നത്. और कुछ कुछ जो सींग होते हैं वे दो अलग रीति से होता है। അപ്പോ അത് രണ്ട് വശത്തും നിൽക്കുന്നവർക്ക് അത് കുത്തുകൊള്ളും. और उस प्रकार होने के समय लोगों को चोट लग सकती है। ചില ആടുകളുടെ കൊമ്പുകൾ എന്ന് പറഞ്ഞാൽ അത് തങ്ങളെ തന്നെ കുത്തുന്ന അവസ്ഥയിലായിരിക്കും. और कुछ सींगों को हम देखते हैं कि वो अपने आप को चोट पहुंचा सकती है। ആ ചില ആടുകളുടെ കൊമ്പുകൾ എന്ന് പറഞ്ഞാൽ മുന്നോട്ടായിരിക്കുന്നത്. और कुछ भेड़ों के सींग जो है सामने की तरफ होती है। ഈ മുന്നോട്ട് പോകുന്നവർ അത് എപ്പോഴും കുത്തിക്കൊണ്ടിരിക്കും. और जो आगे वाले होते हैं उन्हें हमेशा चोट पहुंचाते हैं। അങ്ങനെ പല രീതിയിലുള്ള കൊമ്പുകൾ ആടുകൾക്കുള്ളത്. तो इस प्रकार अलग अलग रीति से सींग जो हम देखते हैं भेड़ों के। അപ്പോ അതിനിടയിൽ കൂടെ നടക്കുന്ന ഇടയനെ അത് പ്രത്യേകം സൂക്ഷിക്കേണ്ടി വരും.
तो उसके बीच में से चलने वाले चरवाहा को बहुत ध्यान देना होता है। എവിടെ നിന്നാ എങ്ങനെയാ കുത്തുകൾ വരുന്നത് പറയാൻ പറ്റത്തില്ല. कहाँ से चोट लगी करके उनको नहीं पता, പക്ഷെ അവിടെയും ആ ഇടയന് ആമേ സൗമ്യതയോടെയും താഴ്മയോടെയും നടക്കാനേ പറ്റത്തുള്ളൂ. और फिर भी उसी के बीच में वो चरवाहा को दीन और नम्र होकर ही चलना पड़ता है। അതാ നല്ല ഇടയനെ കുറിച്ച് കർത്താവ് ഇവിടെ പറയുന്നത്. मसीह वो कहता है कि अच्छा चरवाहा है, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകൊണ്ട് मैं नम्र और दीन हूँ इसीलिए, ആ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, इसलिए मुझे देखकर जो है चलिए, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. तो तुम्हारे आत्मा को जो आश्वास मिलता है। അപ്പോൾ ഏതെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും तो चाहे कितनी भी परेशानी हमारी जिंदगी में आ जाए, അവിടെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിപ്പാൻ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. उस सब परेशानी का समाधान देने के लिए यीशु मसीह हमारे साथ है। അപ്പോൾ നല്ല ഇടയനായ കർത്താവിന്റെ ആടുകളായിരിക്കുമ്പോൾ तो अच्छा चरवाहा यीशु के जो एक भेड़ होने के समय ആമേൻ നമ്മുടെ ആത്മാക്കൾക്ക് എപ്പോഴും ഒരു ശാന്തത, ഒരു തണുപ്പ് കർത്താവ് നൽകിയിട്ടുണ്ട്. तुम्हारे आत्मा को जो एक शांति यीशु मसीह देते हैं। ഇന്ന് പകൽക്കാലം ഏതെല്ലാം വിഷയത്തിലാണ് നമ്മൾ ചൂട് പിടിച്ചിരിക്കുന്നത്, तो इस समय कौन सी चीजों पर हम गर्माहट में हैं, ഏതെല്ലാം പ്രശ്നങ്ങളിലാണ് നമ്മൾ ചൂട് പിടിച്ചിരിക്കുന്നത്, कौन से परेशानी में हम गर्माहट में हैं, ആ വിഷയത്തിലെല്ലാം തണുപ്പിക്കുവാൻ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യമുണ്ട്. और उस सारी चीजों पर जो एक ठंडा देने के लिए यीशु मसीह हमारे साथ है। ഏത് വിഷയത്തിൽ ചൂട് പിടിച്ചിരുന്നാലും जो भी जो चीज है जिसमें गर्माहट में है, കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകാം. मसीह कहते हैं कि मैं तुम्हारे आत्मा को जो है आश्वास दूंगा, ആമേൻ നിങ്ങൾ എന്റെ അടുക്കൽ വന്നാമല്ലോ, तुम मेरे करीब आओ, ആമേൻ നിങ്ങൾ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കും. मुझे देख कर चलिए। ഈ ലോകത്തിൽ നമുക്ക് പഠിക്കുവാനുള്ള ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. इस पूरी दुनिया में सिर्फ एक ही जन है यीशु मसीह जिसे हम देखकर सीख सकते हैं। ബൈബിൾ വായിച്ചാലും നമുക്ക് മനസ്സിലാകും യേശു മാത്രമേ ഉള്ളൂ. बाइबल पढ़ के भी हम समझ सकते हैं सिर्फ यीशु मसीह है। ബൈബിളിൽ അനേക ഭക്തന്മാരും ശക്തന്മാരും ഉണ്ട്. बाइबल में कई सारे जो अब लोग देखते हैं हम, എന്നാൽ പൗലോസ് പറയുന്നത് ആ ക്രിസ്തുവിനെ മാത്രം നോക്കുകയാണ്. परंतु पौलुस कहता है कि सिर्फ यीशु मसीह को देखिए, കാരണം ആ മനുഷ്യരെ നോക്കിയാൽ നമ്മൾ പരാജയമടയും. क्योंकि अगर हम मनुष्य को देखेंगे तो हम नाराज हो जाएंगे। ഇന്ന് അനേകർ മനുഷ്യരെ നോക്കിയാണ് നടക്കുന്നത്. कई सारे लोग जो है मनुष्य को देखकर चलते हैं, ആ അനേക സുവിശേഷ വേദിയിലുള്ളവർ മനുഷ്യരെ മാത്രം നോക്കുന്നത്. और कई सारे जो सुसमाचार के जगह पर भी मनुष्य को देखकर चलते हैं। ഒരിക്കൽ ഒരു ശിഷ്യൻ യേശുവിനോട് ചോദിച്ചു, तो एक जो चेला यीशु मसीह से पूछते हैं एक बार, പത്രോസ് ചോദിച്ചു, ഞങ്ങൾ ഇതെല്ലാം വിട്ടു വന്നാൽ ഞങ്ങൾക്ക് എന്താ ലഭിക്കുമെന്ന്. पतरस कहता है कि ये सब हम छोड़कर आएंगे तो हमें क्या मिलेगा। ഇന്നും അനേകർ ചോദിക്കുന്നത് ഞങ്ങൾ കൂടെ വന്നു കഴിഞ്ഞാൽ എന്താ ലഭിക്കുമെന്ന്. तो आज कई सारे जन पूछते हैं कि हम छोड़कर आएंगे तो हमें क्या मिलेगा। ആമേൻ ഈ ലോകത്തിൽ നിങ്ങൾക്കൊന്നും ലഭിച്ചെന്ന് വരില്ല, तो इस दुनिया में आपको कुछ नहीं मिलता होगा, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ശ്രേഷ്ഠമായത് കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. तो आपके लिए खास चीज यीशु मसीह ने रखा है। അതുകൊണ്ട് മനുഷ്യരിൽ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് പിന്നാലെ പോകരുത്. तो मनुष्य से कुछ इच्छा करके उनके पीछे मत जाइए, ദൈവത്തെ നോക്കി മുന്നേറിയാൽ ദൈവം അനുഗ്രഹിക്കാൻ വിശ്വസ്തൻ. परमेश्वर को देखकर हम आगे बढ़ेंगे तो परमेश्वर हमें खड़ा करेंगे, കാരണം വാഗ്ദത്തം തന്നത് കർത്താവാ. क्योंकि हमें जो वाचा दिया है वो परमेश्वर है, ആ വാഗ്ദത്തം തന്ന കർത്താവ് അത് പൂർത്തീകരിക്കാനും ശക്തൻ. और वो वादे दिए हुए परमेश्वर उसे पूरी भी कर सकते हैं। മനുഷ്യരുടെ വാഗ്ദത്തങ്ങൾ മാറിപ്പോയെന്ന് വരാം, मनुष्य के वायदे बदल जाएंगे, പക്ഷെ ക്രിസ്തുവിന്റെ വാഗ്ദത്തം ഒരിക്കലും മാറത്തില്ല. परंतु मसीह का वायदा कभी नहीं बदलता है। അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ എപ്പോഴും ആ ക്രിസ്തുവിലായിരിക്കട്ടെ. तो इसलिए हमारा ध्यान पूरा सिर्फ मसीह पर होना चाहिए। യേശു പറയുന്നു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. यीशु कहते हैं कि मैं तुम्हें आश्वास दूंगा। ഈ ലോകത്തിൽ ആരും നിങ്ങളെ ആശ്വസിപ്പിച്ചെന്ന് വരത്തില്ല. इस दुनिया में हो सकता है कई सारे जन आपको आश्वास नहीं दे सकते होंगे, നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കടന്നു വരുന്നവർ നിങ്ങളെ വേദനിപ്പിച്ചെന്ന് വരാം. आश्वास देने के लिए आने वाले भी आपको शायद दर्द दे सकते हैं, എന്നാൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. परंतु मैं तुम्हें आश्वास दूंगा। ആ യേശുവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. अपने आप को उस मसीह के हाथों में हम दें। ആമേൻ. ഇന്ന് പകൽക്കാലം ആ കർത്താവിന്റെ കരത്തിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. तो आज सुबह के समय अपने आप को परमेश्वर के हाथों में हम दें, നമ്മെ ആശ്വസിപ്പിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ്. जो वायदा किए कि हमें आश्वास देंगे, ആമേൻ. നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകാമെന്ന് പറഞ്ഞ കർത്താവ്. हमारे विषयों को जो है समाधान देंगे करके बोले हुए मसीह।
ആ ദൈവകരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങളെ സമർപ്പിക്കാം. वे मसीह के हाथों में अपने विषयों को हम देते हैं। ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. इस सुबह के समय आइए हम प्रार्थना करते हैं। നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. अपनी आंखों को हम बंद करें, കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. परमेश्वर के हाथ में अपने आप को हम दें। ക്രൂശിന്റെ അരികിൽ കരഞ്ഞുകൊണ്ട് നിന്ന മറിയോട് യേശു പറഞ്ഞു, क्रूस के करीब जो मरियम रो रही थी उसे यीशु ने कहा, ആമേൻ, നീ കരയണ്ട, ഇന്നു മുതൽ നിനക്ക് വേണ്ടി ഞാൻ ചിലത് കരുതിയിട്ടുണ്ട്. तुम रो मत, तुम्हारे लिए आज मैंने कुछ चीजें जो है सोचा है। ആമേൻ, നിന്നെ പരിപാലിക്കുവാൻ, നിന്നെ സ്നേഹിക്കുവാൻ, നിന്നെ സൂക്ഷിക്കുവാൻ ഒരാളെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. तुम्हें प्रेम करने के लिए, संभालने के लिए एक व्यक्ति को मैंने यहाँ पर खड़ा किया है। ആമേൻ, ഇന്ന് പകൽക്കാലം അങ്ങനെ ദുഃഖത്തോടുകൂടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ आज सुबह के समय अगर उस दुख से जो गुजर रहा है कोई है, तो നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ, നിങ്ങളെ വഴി നടത്തുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കൂടെയുണ്ട്. तो आज तुम्हारे साथ पवित्र आत्मा है जो तुम्हें आश्वास देंगे। യേശു ഇന്ന് പകൽക്കാലം നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്. यीशु मसीह आपके करीब आज आए हैं, നിങ്ങളെ ആശ്വസിപ്പിക്കുവാനും ബലപ്പെടുത്തുവാനും. आपको आश्वास देने के लिए और बल देने के लिए। ഏതെല്ലാം വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നു, जो कोई चीजों पर आपको बोझ है, ആമേൻ, അതിലെല്ലാം നിങ്ങൾക്ക് വിടുതൽ നൽകുവാൻ കർത്താവിന് കഴിയും. उस सब पे जो है चंगाई देने के लिए यीशु मसीह कर सकते हैं। ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? इस सुबह के समय क्या हम अपने आप को परमेश्वर के हाथ में दे सकते हैं? നമുക്ക് പ്രാർത്ഥിക്കാം. आइए हम प्रार्थना करते हैं। സ്വർഗസ്ഥ പിതാവ്, നല്ല ദൈവമേ, നല്ല സമയത്തിനായി നന്ദി പറയുന്നു. ये हमारे स्वर्गीय पिता परमेश्वर इस सुबह का दिन देने के लिए हम धन्यवाद करते हैं। ഇന്ന് പകൽക്കാലവും അവിടുത്തെ സന്നിധിയിൽ ആയിരിക്കാൻ കൃപ ചെയ്തതിനായി സ്തോത്രം. आपकी संगति में सुबह के समय रहने के लिए मदद किया है, इसलिए हम धन्यवाद करते हैं। കർത്താവ് ഞങ്ങളോട് സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം. यीशु मसीह ने जो हमसे बात किया है, इसलिए हम धन्यवाद करते हैं। ഞങ്ങളുടെ പ്രാണനെ തണുപ്പിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് हमारा प्राण का जो ठंडा करेगी करके वायदे किए हुए परमेश्वर, പലപ്പോഴും ഞങ്ങൾ ചൂട് പിടിച്ച അവസ്ഥയിൽ ഓടുമ്പോൾ कई बार हम ऐसे परिस्थिति में जाते हैं जो गर्माहट में है, കർത്താവ് ഞങ്ങളെ തണുപ്പിച്ച് ആശ്വസിപ്പിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. मसीह हमें ठंडा करके आश्वास देते हैं, इसलिए हम धन्यवाद करते हैं। ഇന്ന് പകൽക്കാലം കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. इस सुबह के समय जो कोई यहाँ पर इकट्ठा हुए हैं, उन सबको परमेश्वर के हाथ में देते हैं। ഇന്ന് പകൽക്കാലം കേട്ട വചനപ്രകാരം കർത്താവ് അവരെ അനുഗ്രഹിച്ചാട്ട് आज जो वचन हमने सुना है उसके जरिए जो है आश्वास दीजिएगा सबको। ആ വചനം ഏറ്റെടുത്ത് അതിൻ പ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തുമാറാണ്. उस वचन को लेकर उसके हिसाब से चलने के लिए मदद कीजिएगा। എല്ലാവരെയും തിരുകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. सभी को आपके हाथ में सौंप कर हम प्रार्थना करते हैं। ഇത്രത്തോളം ഞങ്ങളെയും അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. इधर तक हमें संभाला, इसलिए हम धन्यवाद करते हैं। തുടർന്ന് അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. आगे का समय भी आपके हाथ में सौंपते हैं। പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. प्रार्थना सुने हैं, इसलिए धन्यवाद। യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, यीशु मसीह के नाम से मांगते हैं, ആമേൻ.